ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും പെന്തക്കോസ്ത ഒരുക്ക അഭിഷേക ശുശ്രൂഷയിലേക്ക് 6-ാം ദിവസം ഇതാ നാം എത്തിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ആത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. ഈ ആത്മാവ് തരുന്ന വലിയൊരു അനുഗ്രഹമാണ് ഭാഷാവരം. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ക്യാരിസംസത്തിൽ വളരാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപ നമുക്ക് ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നത് സിസ്റ്റർ എയ്മിയാണ്. സിഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്ററിൻ്റെ അധരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം. വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2019 ജൂൺ മാസത്തിലെ പെന്തക്കുസ്ത തിരുനാളിനായി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സമാധാനവും കൃപയും ആശംസിച്ചുകൊണ്ട് വീണ്ടും പെന്തക്കുസ്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മയുഗമാണ്. ഈ പരിശുദ്ധാത്മയുഗത്തിൽ പരിശുദ്ധാത്മ അഭിഷേകമില്ലാതെ ഞാനും നിങ്ങളും ജീവിച്ചാൽ പരിഹാസ വിഷയമാകും. ഓർക്കുക, ഈ പരിശുദ്ധാത്മയുഗത്തിൽ പരിശുദ്ധാത്മ അഭിഷേകമില്ലാതെ ഞാനും നിങ്ങളും ജീവിച്ചാൽ പരിഹാസ വിഷയമാകും. ഉദാഹരണമായി, ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയ ഒരു കാളവണ്ടിയുമായി നമ്മളിൽ ഒരാൾ കടന്നു ചെന്നിട്ട് അവിടെ വിദേശ യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന സഹോദരങ്ങളെ നോക്കി, നിങ്ങൾ ഈ കാളവണ്ടിയിൽ കയറിക്കോളൂ, നിങ്ങളെ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം, യാത്ര പൂർണ്ണമായും ഫ്രീ ആയിരിക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും ആ കാളവണ്ടിയിൽ കയറുമെന്ന്. എന്ന് മാത്രമല്ല, അവർ നമ്മെ നോക്കി ഊറിച്ചിരിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ പരിഹസിക്കാനും മടിക്കുകയില്ല. ഇങ്ങനെ തൻ്റെ ഭൗതിക ശരീരമായ സഭയും സഭാമക്കളും ഒരിക്കലും ഒരിടത്തും ആരാലും പരിഹസിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്തത്: ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉന്നതത്തിലെ ശക്തി പരിശുദ്ധാത്മാവാണെന്ന് നമുക്കറിയാം. ഉന്നതത്തിലെ ശക്തി ധരിക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ ശക്തിയുടെ പ്രകടമായ അഭിഷേകം കൊണ്ട് നിറയുക എന്നതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയുടെ പ്രകടമായ അഭിഷേകവുമായി ആരെവിടെ ചെന്നാലും അവിടെ ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. അവിടെ യേശുവിലുള്ള വിശ്വാസം ആഴപ്പെടും,
സഭ തഴച്ചു വളരും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈശോയും ഈ പരിശുദ്ധാത്മ ശക്തിയുടെ പ്രകടമായ അഭിഷേകം കൊണ്ട് നിറഞ്ഞതിന് ശേഷം മാത്രമാണ് പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. CCC 690 നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവാണ്, അഭിഷിക്തനാണ്. അഭിഷിക്തനായ യേശുവിൻ്റെ അഭിഷേകമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പ്രകടമായ സാന്നിധ്യമായി നമ്മൾ എവിടെ ചെന്നാലും അവിടെ ദൈവിക ശക്തി പ്രതിഫലിപ്പിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കും. അസാധ്യതകളെല്ലാം സാധ്യതകളായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച ഒരു കൊച്ചു കാര്യമാണ്. എഞ്ചിനീയർ ആകുക എന്ന ഒരു വലിയ സ്വപ്നവുമായി 1985 തൊടുപുഴയ്ക്കപ്പുറമുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും തൃശൂർ പട്ടണത്തിലേക്ക് ഞാൻ വന്നതോർക്കുന്നു. നന്നായി പഠിച്ചെങ്കിലും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്തെങ്കിലും എൻട്രൻസ് പരീക്ഷയുടെ ദിവസം പനി പിടിച്ചതുകൊണ്ട് എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകാൻ ആ വർഷം സാധിച്ചില്ല. അതേസമയം എൻ്റെ കൂട്ടുകാർ എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരും ഞാൻ പഠിക്കാൻ സഹായിച്ചിട്ടുള്ളവരുമായിട്ടുള്ളവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ ഇത്രയും ഉയർന്ന മാർക്ക് മേടിച്ചിട്ടും എഞ്ചിനീയറിംഗ് കോളേജിന്റെ പടി പോലും കാണാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇരുട്ടടി നൽകിയ സംഭവമായിരുന്നു. ഡിഗ്രിക്ക് മാത്സ് എടുത്ത് പഠിച്ചതിന് ശേഷം ഒന്നുകൂടി എൻട്രൻസ് എക്സാം എഴുതാമെന്നുള്ള വലിയ സ്വപ്നവുമായി ഞാൻ തൃശ്ശൂർ വിമല കോളേജിലെത്തിയ കാലം. വിമല കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ പ്രേയർ ഗ്രൂപ്പിന്റെ ലീഡറായി അവർ എന്നെ നിയോഗിച്ചു. പക്ഷേ എനിക്ക് മുൻപുണ്ടായിരുന്ന തേർഡ് ഇയറിലെ ചേച്ചിമാർ പോയതോടുകൂടി ആ പ്രേയർ ഗ്രൂപ്പ് ശുഷ്കമായി തീർന്നു. പ്രേയർ ഗ്രൂപ്പിൽ ഞാൻ മാത്രമായി അവശേഷിച്ചു. എൻ്റെ കൂട്ടുകാരെ ഒരാളെ പോലും ആ പ്രേയർ ഗ്രൂപ്പിന് കൊണ്ടുവരാൻ പറ്റാതെ ഞാൻ വിഷമിക്കുന്ന കാലം. അങ്ങനെ ഇരിക്കെ 1988 മെയ് 4 സ്വർഗാരോഹണ തിരുനാൾ ദിവസം അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കായി കടന്നു വന്ന വൈദികൻ ഞങ്ങളെ നോക്കി ഇപ്രകാരം പറഞ്ഞു: പ്രിയ കുഞ്ഞുങ്ങളെ, യേശുവിന്റെ മരണത്തോടെ ഭയചകിതരായി ദിശാബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന ശിഷ്യ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോഴാണ് അവർ പുതിയ സൃഷ്ടികളായി മാറിയത് എന്ന്. ഹല്ലേലൂയ. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഭയചകിതരും ദിശാബോധം നഷ്ടപ്പെട്ടവരുമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് തോന്നി അച്ഛൻ എന്നോടാണ് പറഞ്ഞതെന്ന്. കാരണം ഞാൻ തീർത്തും ദിശാബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അന്ന് വൈകുന്നേരം 4 മണിക്ക് വിമല കോളേജിന്റെ പ്രേയർ ഹാളിൽ എന്നോടൊപ്പം 12 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ജപമാല ചൊല്ലി പെന്തക്കോസ്താ തിരുനാളിൽ സംഭവിച്ച അപ്പോസ്തലന്മാർക്ക് സംഭവിച്ച കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് എടുത്തു വായിച്ച് ഈശോയുടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. ജപമാലയുടെ 5ാമത്തെ രഹസ്യമെത്തിയപ്പോൾ ഡാമിന്റെ ഷട്ടർ തുറന്നാൽ എങ്ങനെ വെള്ളം കുത്തിയൊഴുകുമോ അതേ ശക്തിയോടെ വെള്ളം എൻ്റെ മേൽ കുത്തിയൊഴുകുന്നത് പോലുള്ള ഒരു അനുഭവം. എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒരു ശക്തി ഒഴുകി ഇറങ്ങുന്നത് പോലത്തെ ഒരു അനുഭവം. എന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു: എഴുന്നേറ്റ് നിന്റെ കൂട്ടുകാരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. അതുവരെയും അച്ഛന്മാരല്ലാതെ മറ്റാരും ആരുടെയും ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലാത്ത ഞാൻ ചിന്തിച്ചു, എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടാത്തതിന്റെ വിഷമത്തിൽ ഭ്രാന്തി പിടിച്ചു തുടങ്ങുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെയും എൻ്റെ കരം വലിച്ചു നീട്ടി അടുത്ത് നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ ശിരസിലേക്ക് ഒരു ശക്തി എന്നെ നിർബന്ധിച്ചു കൊണ്ട് വെക്കുന്നത് പോലെയും എനിക്ക് അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ കരം എൻ്റെ കൂട്ടുകാരിയുടെ ശിരസിൽ തൊട്ട മാത്രയിൽ അവൾ വേറെ എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നത് ഞാൻ കണ്ടു. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഈ ശക്തി എന്നെ പുഷ് ചെയ്ത് എൻ്റെ കൂട്ടുകാർ ഓരോരുത്തരുടെയും ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിപ്പിക്കുകയാണ്. തൊടുന്ന മാത്രയിൽ അവരെല്ലാം വെവ്വേറെ വെവ്വേറെ ശബ്ദങ്ങൾ ഉണ്ടാക്കി ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കാകട്ടെ ഇവരുടെ ഈ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര അസ്വസ്ഥത ഉളവാക്കി. കാരണം പരിശുദ്ധാത്മ ശക്തി എന്തെന്നോ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ എന്തെന്നോ, പരിശുദ്ധാത്മാവിന്റെ ഭാഷാവരം എന്തെന്നോ എനിക്ക് അക്കാലത്ത് അറിയില്ലായിരുന്നു.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയം നിങ്ങളോട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ 13 പേരിരുന്നതിൽ 6 പേരൊഴികെ ബാക്കിയെല്ലാം അന്യ മതവിഭാഗത്തിൽപ്പെട്ട സഹോദരികളായിരുന്നു. ഹല്ലേലൂയ. കത്തോലിക്കർ അല്ലാതിരുന്നിട്ടും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും യാതൊരു കുറവും വരുത്താതെ ഈശോ അതിശക്തമായ കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചു. ഹല്ലേലൂയ. അന്നു മുതൽ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഞങ്ങൾ തനിച്ചിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും ഈ സ്തുതിപ്പ് ഞങ്ങളുടെ നാവിലേക്ക് തന്നെ വരികയാണ്. ഈ സ്തുതിപ്പ് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു ശക്തി ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ വ്യാപിക്കുന്നത് ഞങ്ങൾ അറിയാൻ തുടങ്ങി. 2-3 മണിക്കൂർ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ പഠിക്കാനുള്ള കൃപ ഈ പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾക്ക് നൽകി. വളരെയേറെ സമയം പ്രാർത്ഥിക്കാനും ഒത്തിരിയേറെ സമയം വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും ഈ വായിച്ച ഭാഗം ആഴത്തിൽ ധ്യാനിക്കാനും 1, 2, 3 മണിക്കൂറുകൾ ഈ വായിച്ച ഭാഗത്തെ റിഫ്ലക്റ്റ് ചെയ്ത് വ്യാഖ്യാനിക്കാനും പരിശുദ്ധാത്മ ശക്തി ആ കാലഘട്ടത്തിൽ എന്നെ മാത്രമല്ല എൻ്റെ കൂട്ടുകാരെയും ബലപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടുകാർ ഹോസ്റ്റലിൽ രോഗികളായിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഈ സഹോദരങ്ങൾ ആ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്ന് ഉച്ചത്തിൽ ഈ ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അവർ മനസ്സ് അസ്വസ്ഥരായിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ അവരിൽ വലിയ പ്രശാന്തതയും ദൈവിക സമാധാനവും അവരിൽ നിറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായി എൻ്റെ കൂട്ടുകാർ വിഷമിക്കുമ്പോൾ എൻ്റെ ഈ സഹോദരങ്ങൾ അവർക്ക് ലഭിച്ച ഈ സ്വരം ഉപയോഗിച്ച് സ്തുതിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായും പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി അവരിൽ നിറയുന്നതായും ഞങ്ങൾ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് വെറും കുട്ടികളായിരുന്ന നാനാജാതി മതസ്ഥരിൽപ്പെട്ട എൻ്റെ ഈ കൂട്ടുകാരിലൂടെ പ്രകടമായ ഈ പരിശുദ്ധാത്മ ശക്തി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാരെയും പ്രെയർ മീറ്റിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹോസ്റ്റലിൽ മാത്രമല്ല, കോളേജിലേക്കും ഈ ന്യൂസ് വ്യാപിച്ചു. അവിടെ നിന്നും കൂട്ടുകാർ പ്രെയർ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി. അധികം വൈകാതെ കോളേജിന് പുറമെ നിന്ന് പോലും ആളുകൾ ഈ പ്രെയർ ഹാളിലേക്ക് വന്നതും പ്രെയർ ഹാൾ നിറഞ്ഞു കവിയാൻ മാത്രം ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി പേരെ കൂട്ടിക്കൊണ്ടു വന്നതും ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രെയർ ഹാളിൽ ഞാൻ മാത്രമേ ഉള്ളല്ലോ എന്ന് മനസ്സ് വിഷമിച്ചിരുന്ന എനിക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പ്രെയർ ഹാളിനുള്ളിൽ കൊള്ളാൻ സാധിക്കാത്ത വിധം ദൈവമക്കളെ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോസ്തല പ്രവർത്തനം 2:17 ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളിൽ നിറവേറിയതാണ് എന്ന്. തിരുവചനത്തിലൂടെ ഈശോ ഇപ്രകാരം പറയുന്നു: അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ 9 വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം, അറിവിന്റെ വരം, ജ്ഞാനത്തിന്റെ വരം, വിവേചനത്തിന്റെ വരം, രോഗശാന്തിവരം, വിശ്വാസവരം, അത്ഭുത പ്രവർത്തനവരം എന്നിങ്ങനെ 9 വരങ്ങൾ. ഈ 9 വരങ്ങൾ നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതത്തിലെ ശക്തി ധരിച്ചവരായി നമ്മൾ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉന്നതത്തിലെ ശക്തി ധരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, വരങ്ങൾ നൽകപ്പെടുന്നത് വിശുദ്ധരെ പരിപൂർണരാക്കാനും ശുശ്രൂഷയുടെ ജോലി ചെയ്യാനും ക്രിസ്തുവിന്റെ ശരീരത്തെ പടുത്തുയർത്തുവാനുമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ജീവിതത്തിൽ വരങ്ങൾ ഉപയോഗിച്ചു. ഈശോയുടെ ശിഷ്യന്മാർ വരങ്ങൾ ഉപയോഗിച്ചു. ആദിമ ക്രൈസ്തവ സഭാ സമൂഹം വരങ്ങൾ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം വഹിക്കാൻ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചു എന്നും തിരുവചനം നമ്മളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ നിറഞ്ഞു നിന്ന അതേ പരിശുദ്ധാത്മ ശക്തി, അതേ പരിശുദ്ധാത്മ അഭിഷേകമാണ് പിതാവായ ദൈവം മക്കളായ നമ്മൾ ഓരോരുത്തരിലേക്കും
നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 22-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നിറയുന്നതോടൊപ്പം തന്നെ മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായി തീർന്ന നമുക്ക് സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ കൂടി നൽകപ്പെടുന്നതിനെ കുറിച്ച് CCC 739 പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ശിരസായ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ ഓരോരുത്തരിലേക്കും അതേ പരിശുദ്ധാത്മാഭിഷേകത്തെ ഈശോ വർഷിക്കുന്നുണ്ട് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൃഷ്ടികർമ്മത്തിന്റെ ആരംഭത്തിൽ രൂപരഹിതമായ ഭൂമിയുടെ മേതെ ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചപ്പോഴാണല്ലോ ഭൂമി രൂപമുള്ളതായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഫറവോയുടെ കീഴിൽ ഈജിപ്തിലെ പീഡനം കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച ദൈവജനത്തെ രക്ഷിക്കാനായി മോശയുടെ മേൽ പരിശുദ്ധാത്മ ശക്തി പ്രകടമായ അഭിഷേകം വ്യാപരിച്ചപ്പോഴാണല്ലോ മോശയ്ക്ക് ഈജിപ്തിൽ നിന്നും ദൈവജനത്തെ കൂട്ടിക്കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകാൻ സാധിച്ചത്. ഹല്ലേലൂയ. മോശയിലൂടെ ചെങ്കടൽ വിഭജിക്കുന്ന ശക്തി, പാറയെ പിളരുന്ന ശക്തി, മന്ന വർഷിക്കുന്ന ശക്തി നൽകപ്പെട്ടപ്പോഴാണ് ദൈവജനത്തിന്റെ വിശ്വാസം വർദ്ധിച്ചത്. പ്രതീക്ഷയോടെ തകർച്ചകൾക്കിടയിലും പ്രതിസന്ധികൾക്ക് നടുവിലും മനസ്സ് പതറാതെ പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകാൻ അവരെ ശക്തിപ്പെടുത്തിയത് മോശയിൽ പ്രകടമായിരുന്ന ഈ ഉന്നത ശക്തി കൊണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെല്ലാം ദൈവജനവും ദൈവത്തിന്റെ നാടും വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമക്കളിലേക്ക് ദൈവപിതാവ് അത്യുന്നത ശക്തി വർഷിച്ചിട്ടുണ്ട്. ഈ ഉന്നത ശക്തി ധരിക്കാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവർ ആ ദൈവജനത്തിന്റെ അടുക്കൽ, ദൈവജനത്തിന്റെ ഇടയിൽ പ്രകടമായ അടയാളമായി, ദൈവീക ശക്തിയുടെ പ്രകടമായ അടയാളമായി മാറിയിട്ടുമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുകയാണ്, പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ദാനിയേലിലും കൂട്ടുകാരിലും ഈ പരിശുദ്ധാത്മ ശക്തി പ്രകടമായപ്പോൾ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ട അവർ അവിടെ കിടന്ന് അത്യുന്നത ദൈവത്തിന്റെ ശക്തിയാൽ സ്തുതിച്ചപ്പോൾ കർത്താവിന്റെ ദൂതൻ ആ അഗ്നിക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന് ആദ്യത്തെ AC റൂം സെറ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതോടെ അവിടെ കൂടി നിന്ന ദൈവജനം മുഴുവനും ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞപ്പോൾ ദാനിയേലിൽ പ്രകടമായ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ദാനിയേലിനെ കൊന്നു തിന്നാൻ സാധിച്ചില്ല എന്നതും തിരുവചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിനെ തന്റെ ക്രൂര മൃഗങ്ങൾക്ക്, സിംഹങ്ങൾക്കൊന്നും തൊടാനോ നോക്കാനോ പോലും സാധിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ദാനിയേലിന്റെ ദൈവത്തിൽ വിശ്വസിക്കാനും അവിടെയുള്ള മക്കൾക്ക് മുഴുവനും സത്യ ദൈവത്തെ ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതായും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കുടുംബ ജീവിതത്തിൽ, പ്രേക്ഷിത മേഖലകളിൽ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ നാം ഇന്ന് കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്താലാണ്, എങ്ങനെ ജീവിച്ചാലാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക എന്ന് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം പറയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ ദൈവജനത്തിന് മാത്രമേ ഈശോ ആഗ്രഹിച്ചതുപോലെ ഭൂമിയുടെ ഉപ്പാകാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മ ശക്തി നിർവീര്യമായി കഴിഞ്ഞാൽ നമ്മിലെ ഉറകെട്ടുപോയ അവസ്ഥ, ഉപ്പിന്റെ ഉറകെട്ടുപോയ അവസ്ഥ സംജാതമാകും. ഉറകെട്ടുപോയ ഉപ്പിനെ പുറത്തേക്ക് വലിച്ചെറിയാനും മനുഷ്യരാൽ ചവിട്ടപ്പെടാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ,
ഉറകെട്ടുപോയ ഉപ്പ് പോലെ നമ്മൾ എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം സഭ പരിഹാസ വിഷയമായിട്ടുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം നിർജീവമായി പോയിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധാത്മ ശക്തിയുടെ പ്രകടമായ അടയാളമായി നാം ഇറങ്ങിച്ചെന്നാൽ കേരള സഭയും ആഗോള സഭയും ലോകം മുഴുവനും ഒരു പുതിയ പെന്തക്കോസ്താവുണ്ടെന്നറിയും. അതിനുവേണ്ടി വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 49-ാം തിരുവചനം പറയുന്നത് പോലെ അഗ്നിയാൽ നമ്മൾ ഉറകൂട്ടപ്പെടണം. പരിശുദ്ധാത്മ അഗ്നിയാൽ ഉറകൂട്ടപ്പെടണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം തിരുവചനം നമ്മോട് പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 12-ാം തിരുവചനവും ഇപ്രകാരം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ അടിവരയിട്ട് പറയുകയാണ്, ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നതെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സഭയുടെ ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ സഭാമക്കളായ നമ്മൾ, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ ഈ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഉറകൂട്ടപ്പെട്ട് ഉന്നതത്തിലെ ശക്തി ധരിച്ചവരായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളോടും ഫലങ്ങളോടുമൊപ്പം വരങ്ങളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്നവരായി ലോകത്തിലേക്ക് ഇറങ്ങിയാൽ വീണ്ടും സഭ തഴച്ചു വളരും. ഹല്ലേലൂയ. ഇതിനായി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. അതിനാൽ പ്രിയപ്പെട്ടവരെ, 2019 പെന്തക്കോസ്തായ്ക്കായി ഏറ്റവും തീക്ഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും എന്നല്ല ലോകം മുഴുവനും വേണ്ടി ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ കേട്ടു. അഗ്നിയാലാണ് ഉറകൂട്ടപ്പെടുന്നത്. അത് സ്വർഗത്തിൻ്റെ അഗ്നിയാൽ ഇന്ന് നിങ്ങളെല്ലാവരും ഉറകൂട്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിനും ദേശത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹമായി മാറ്റപ്പെടാൻ പോകുന്നു. ഇന്നേ ദിവസം നമുക്ക് സിസ്റ്ററിനോട് ചേർന്ന്, സിസ്റ്റർ ഏമിയോട് ചേർന്ന് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവം നിങ്ങൾക്ക് തുറന്നു തരുന്ന ഭാഷാവരം നന്നായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. സഭയെ പണിതുയർത്താൻ, മറ്റു വരങ്ങൾ സ്വീകരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഇവിടെ പറയുന്ന ഓരോ സന്ദേശങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് ഈ ടീമിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. പുതിയ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. വീണ്ടും പെന്തക്കോസ്ത. വീണ്ടും പെന്തക്കോസ്ത. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ.
നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ, നമുക്ക് വിടുതലും രക്ഷയും നൽകാൻ കടന്നു വന്ന നമ്മുടെ കർത്താവിതാ. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. അവിടത്തേക്ക് വേണ്ടിയാണല്ലോ നമ്മൾ കാത്തിരുന്നത്. ഹല്ലേലൂയ. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്കിന്ന് ആനന്ദിക്കാം. യേശയ്യായുടെ പ്രവചനം 25-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇതാ നമ്മുടെ ദൈവം. ഈ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച്, രക്ഷയും വിടുതലും വേണ്ട മേഖലകളെ മുഴുവൻ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ആരാധിക്കാം. പരിശുദ്ധ പരമമാ എന്റെ ദൈവമേ, ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയേ, പരിശുദ്ധ പരമമാ എന്നെയും എനിക്കുള്ളവയെ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയെ, കേരള സഭയെ, ആഗോള സഭയെ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, അവിടുത്തേക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവമായ കർത്താവിനെ ഇത്രത്തോളം നമ്മളെ രക്ഷിച്ച്, ഇത്രത്തോളം നമ്മളെ പരിപാലിച്ച്, ഇത്രത്തോളം നമുക്ക് വിടുതൽ നൽകി നയിച്ചുകൊണ്ടിരുന്ന ദിവ്യ കുഞ്ഞാടിന്റെ മുൻപിൽ ആയിരുന്നവരും ആയിരിക്കുന്നവരും വരുവാനിരിക്കുന്നവരുമായ കർത്താവിന്റെ മുൻപിൽ നമുക്ക് ദാവീദിനെ പോലെ വിജയശ്രീലാളിതനായി വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ ആടിപ്പാടി പരിസരം മറന്ന് തുള്ളിക്കളിച്ച ദാവീദിനെ പോലെ നമുക്കും ഈശോയുടെ മുൻപിൽ പൈതങ്ങളെ പോലെ ആയിരിക്കാം. ആടിപ്പാടി കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി കാലുകളൊക്കെ മാറ്റി മാറ്റി. ഈശോയെ, രക്ഷ നൽകിയ ഈശോയെ, വിടുതൽ നൽകിയ ഈശോയെ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും. നിത്യനുമായ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കൈകളടിച്ച് ഈശോയുടെ ആത്മാവിൽ നിറയുന്നത് കണ്ടുകൊണ്ട് നമ്മളെ, നമ്മുടെ കുടുംബത്തെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവേ, വെള്ളക്കുതിരാമേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിരാമേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾക്കോ, ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾക്കോ, ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും. നിത്യനുമായ ദിവ്യ
പരിശുദ്ധൻ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും നിത്യനുമായ ദിവ്യകുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യകുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഭാഷാവരമുള്ളവർ ഭാഷാവരം ഉപയോഗിച്ച് സ്തുതിക്കട്ടെ. ഭാഷാവരം സഭയെ പടുത്തുയർത്തുന്നു, വിടുതലിലേക്ക് നയിക്കുന്നു. കൃപാവരങ്ങളുടെ വാതിലാണ്. ദൈവത്തോട് സംസാരിക്കാൻ, പ്രാർത്ഥിക്കാനും മനുഷ്യരോട് സന്ദേശങ്ങൾ കൈമാറാനും ഭാഷാവരം സഹായിക്കുന്നല്ലോ. അഭിവൃദ്ധി, ആത്മീയ അഭിവൃദ്ധി, എന്റെ കുടുംബത്തിന്റെ അഭിവൃദ്ധി, എന്റെ പ്രേക്ഷക മേഖലയിൽ അഭിവൃദ്ധി, തിരുസഭയിൽ അഭിവൃദ്ധി. അഭിഷിക്തനായ ഈശോ തന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമ്മളിലേക്ക് അഭിഷേകമായ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. നമുക്ക് ഈശോയെ വിളിക്കാം. ഈശോയെ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സത്യദൈവമായ രക്ഷകനായ നമ്മുടെ ഈശോയുടെ നേരെ ഉറ്റുനോക്കാം. അവിടുന്ന് അരുളി ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടുന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരട്ടെ. വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രേക്ഷിത മേഖലയ്ക്ക് വേണ്ടി മാത്രമല്ല, കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും വേണ്ടി മാത്രമല്ല, ആഗോള സഭയ്ക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള ജീവജലത്തിന്റെ അരുവി നമ്മളിൽ നിന്ന് ഇതാ പുറപ്പെടുവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് സ്തുതിക്കട്ടെ. ജീവജലത്തിന്റെ അരുവി.
ഉപ്പിന്റെ ഉറ കെട്ടുപോയാൽ പിന്നെ എന്ത് പ്രയോജനം? ഉപ്പ് നല്ലതാണ്, ഉപ്പിന്റെ ഉറ കെട്ടുപോയാൽ പിന്നെ എന്ത് പ്രയോജനം? പുറത്തേക്ക് വലിച്ചെറിയപ്പെടാനും മനുഷ്യരാൽ ചവിട്ടി മെതിക്കപ്പെടാനും അല്ലാതെ മറ്റെന്തിന് അതുപകരിക്കും? ഈശോയെ